കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ജോലി കിട്ടിയ സന്തോഷത്തിൽ നിധി സ്വീറ്റ്സ് എല്ലാം വാങ്ങി സുധീഷിനെയും കൂട്ടി സുഭാഷിൻ്റെ പണി സൈറ്റിലേക്ക് എത്തുകയാണ്. കാറിൽ നിറങ്ങിയ നിധിയോടായി, സുഭാഷ് ഏട്ടൻ വീട്ടിലേക്കല്ലേ വരുന്നത്, അപ്പോൾ ജോലി കിട്ടിയ കാര്യം അറിയിച്ചാൽ പോരെയെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും തനിക്കിപ്പോൾ തന്നെ പറയണമെന്നും തനിക്കൊരു ജോലി കിട്ടണമെന്ന് സുഭാഷ് ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചുവെന്നും നിധി പറയുകയാണ്. സുഭാഷ് ഏട്ടൻ ജോലി കിട്ടാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ വലിയ കാര്യം. ഇത്രയും കാലം നിധിക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ഇന്റർവ്യൂവിന് കൊണ്ടു നടന്ന ഞാൻ ആരായി എന്നൊക്കെ സുധീഷ് പിറുപിറുക്കെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് നിധിയും ചോദിക്കുക. ചേട്ടനും അനിയത്തിനും തമ്മിലുള്ള സ്നേഹം കാണിച്ച് ഒരു വലിയ പടം എടുക്കാം, അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് സുധീഷും. കളിയാക്കിയതാണോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കേ, അല്ല കാര്യമായിട്ട് പറഞ്ഞതാ എന്ന് സുധീഷും. ദേഷ്യത്തോടെ നിധി അവനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് ഏട്ടൻ്റെ അരികിലേക്ക് ചെന്ന് തനിക്ക് ജോലി കിട്ടിയ കാര്യം സന്തോഷത്തോടെ അറിയിച്ച് സുഭാഷ് ഏട്ടനും ജോലിക്കാർക്കും സ്വീറ്റ്സ് നൽകുകയാണ് അവൾ. സ്വീറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗ് ആകെയെന്ന് നോക്കി. എത്ര നാളായി ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടെന്ന് നിധി ചോദിക്കുക. 3 മാസമായി, ഇനി ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ പണി കഴിയും. ഇത് നിധിയെപ്പോലുള്ള ഒരു ആർക്കിടെക്റ്റിന്റെ ഡിസൈനാണെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അത് കണ്ടാലേ അറിയാമെന്ന് പറഞ്ഞ് നിധി തനിക്ക് തോന്നിയ ഒരു ഐഡിയ സുഭാഷ് ഏട്ടനുമായി പങ്കുവയ്ക്കുകയാണ്. ഇപ്പോഴത്തെ വീടുകൾക്കെല്ലാം ഓപ്പൺ കിച്ചണാണെന്നും ഹോള് കൂടി ചേർത്ത് ഒരു പാർട്ടീഷൻ കൊടുത്ത് ഓപ്പൺ കിച്ചൺ ആക്കിക്കൂടെ എന്നും നിധി ചോദിക്കുന്നു. അതുകൾക്ക് സുഭാഷ് ഏട്ടനും അത് സമ്മതിച്ച് അത് നല്ലൊരു ഐഡിയ ആണെന്നും കണ്ട ഉടനെ നിധി നല്ലൊരു ഡിസൈൻ പറഞ്ഞു തന്നുവല്ലോ എന്നും ഞങ്ങൾക്കെല്ലാം ഡിസൈൻ പറഞ്ഞു തരുന്നതിനനുസരിച്ച് കെട്ടിയുണ്ടാക്കാനേ അറിയൂവെന്നും സുഭാഷ് ഏട്ടൻ അവളെ അഭിനന്ദിച്ച് താൻ ഓണറോട് പറയാമെന്നും അവർക്ക് ഉറപ്പായും ഇഷ്ടമാവുമെന്നും സുഭാഷ് പറയുന്നുണ്ട്. ആ സമയത്താണ് അവിനാശിന് ഫുഡുമായി ചാന്ദിനി അങ്ങോട്ട് വരുന്നത്. ആരാണിതെന്ന് സുധീഷ് ചോദിക്കെ, ഇതെന്റെ അനിയത്തി ചാന്ദിനിയെന്ന് അവിനാശ് പരിചയപ്പെടുത്തുമ്പോഴേക്കും അവളും നമസ്തേ പറയുക. അവനും ചിരിയോടെ നമസ്തേ പറഞ്ഞ് ഹിന്ദി മാത്രമേ അറിയൂ, മലയാളമൊന്നും അറിയില്ലെന്ന് അവിനാശിനോടായി ചോദിക്കുക. നമ്മൾ സംസാരിക്കുന്നതെല്ലാം മനസ്സിലാവും, പക്ഷേ നന്നായി അങ്ങോട്ട് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് ഫുഡുമായി വന്നതാണെന്ന് അവരോടായി പറഞ്ഞ് ചാന്ദിനിക്ക് സുധീഷിനെയും നിധിയെയും പരിചയപ്പെടുത്തുക അവിനാശ്. ഇത് സുഭാഷ് ഏട്ടന്റെ അനിയൻ സുധീഷും സുധീഷിന്റെ വൈഫ് നിധിയുമാണെന്ന് അവിനാശ് പരിചയപ്പെടുത്തേ. ചാന്ദിനിയും അവരോട് നമസ്തേ പറഞ്ഞ് അവിനാശിനോടായി, സുഭാഷ് ഏട്ടന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞല്ലോ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാത്തതെന്താന്ന് ചോദിക്കുന്നുണ്ട്. അവിനാശും സുഭാഷിനോടും കൂട്ടരോടുമായി, അനിയന്റെ കല്യാണം കഴിഞ്ഞു, ചേട്ടന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞില്ലെന്നാ അവൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ചാന്ദിനിയോടായി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഉടനെ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് നിധിയോട് കഴിച്ചോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നത്. ഇല്ല, വീട്ടിലെത്തിയിട്ട് വേണം കഴിക്കാനെന്ന് നിധി പറയാൻ. ഇവിടുന്ന് കഴിക്കുന്നത് നിധിക്ക് ഓക്കെയാണെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ എന്ന് നിധി ചോദിക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് സുഭാഷ് ഏട്ടനും പറയുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ച് നിധി എന്താ പറയുന്നതെന്ന് ചാന്ദിനി അവിനാശിനോടായി ചോദിക്കുക. ഫുഡ് തികയുമെന്ന അവൾ ചോദിച്ചതെന്ന് അവിനാശ് ഹിന്ദിയിൽ പറയേ. താൻ വളരെയധികം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാമെന്നും ചാന്ദിനി പറയേ. എന്താ അവൾ പറയുന്നതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഇവള് കുറേയധികം ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്നും കഴിച്ചു നോക്കിയിട്ട് ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയണമെന്നുമാണെന്ന് അവിനാശും പറയുകയാണ്. നിധിയും സന്തോഷത്തോടെ കഴിക്കാമെന്ന് സമ്മതിച്ച് സുധീഷിന് ഓക്കെയാണെന്ന് ചോദിക്കേ. നിധിക്ക് ഓക്കെയാണെങ്കിൽ എനിക്കും ഓക്കെയാ എന്ന് സുധീഷും സമ്മതിക്കുന്നുണ്ട്. സൈറ്റ് ഒന്ന് ചുറ്റി നടന്ന് കണ്ടാലോ എന്ന് സുഭാഷ് ഏട്ടനോടായി നിധി ചോദിക്കുമ്പോഴേക്കും സുഭാഷ് അവളെയും കൂട്ടിക്കൊണ്ട് സൈറ്റ് കാണിക്കാനായി പോവുകയാണ്. അവിനാശ് തന്റെ ജോലിയിലേക്കും ഫുഡുമായി ചാന്ദിനിയും പോകെ സ്വീറ്റ് ബോക്സും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സുധീഷ്, എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കി പോയോ, ഒരു കാര്യം ചെയ്യാം, എന്റെ ഹിന്ദി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് ചാന്ദിനിയുടെ പുറകെ പോവുകയാണ്. ചാന്ദിനി അവിടെ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഫുഡെല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. സുധീഷ് അങ്ങോട്ട് ചെന്ന് ഹലോ പറയുമ്പോഴേക്കും ചാന്ദിനിയും എഴുന്നേറ്റ് ഹലോ പറയുക. സുധീഷും ഹിന്ദിയിൽ തപ്പിപ്പിടിച്ച് പറയാനായി തുടങ്ങുന്നുണ്ട്. മേരാ ബീവി ടുഡേ ഇന്റർവ്യൂ മേ പാസ് ഹോ ഗയാ, സ്വീറ്റ്സ് ആപ്കാ സ്വീറ്റ്സ് എന്ന് പറഞ്ഞ് ആ ലഡു നൽകെ. അവളും അതിൽ നിന്നൊരെണ്ണം എടുത്ത് ശുക്രിയ പറയുകയാണ്. ഇനി വേറെന്താ ചോദിക്കാ എന്ന് മനസ്സിൽ ചിന്തിച്ച് തുമാരാ നാ ക്യാ ഹേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് അവളും ഹിന്ദി മാലൂ ഹേ എന്ന് ചോദിക്കേ. ചോട്ട ചോട്ട മാലൂം എന്ന് സുധീഷും. ചാന്ദിനി എന്നവൾ തന്റെ പേര് പറയേ. അച്ഛനെയും തുമാര എന്ന് സുധീഷും. ഫുഡെല്ലാം നോക്കിക്കൊണ്ട് ടുഡാ ക്യാ സാപ്പാടു എന്നവൻ ചോദിക്കേ. ചപ്പാത്തി സബ്ജി റൈസ് എന്നവൾ പറയേ. അച്ഛ അച്ഛ ബഹുത് അച്ഛ എന്ന് സുധീഷും. ഖാന ഖായ എന്നവൾ ചോദിക്കേ. മേരെ ബീവി മൈ ബിഗ് ബ്രദർ യുവർ ബ്രദർ എല്ലാവരും വന്നിട്ട് ഒന്നിച്ച് ഗാന എന്ന് സുധീഷും. അതുകൾക്ക് ചിരിയോടെ ലഡു കഴിച്ചോണ്ടിരിക്കുക ചാന്ദിനിയും. പിന്നീട് സന്ധ്യയാവുമ്പോൾ നിധിയും നികേഷും കുറച്ച് ഡ്രസ്സെല്ലാമായി വീട്ടിലേക്ക് കടന്നു വരികയാ. അവരെ കാണാതെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ഓഫീസിലേക്ക് ഇടാൻ ഡ്രസ്സ് കുറവായിരുന്നുവെന്നും
അത് വാങ്ങിക്കാൻ നികേഷിനെയും കൂട്ടി പോയതായിരുന്നുവെന്നും നിധിയും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞ പോരായിരുന്നു നമുക്ക് കാറിൽ പോവാമായിരുന്നല്ലോ എന്ന്. കാറിൽ പോകുന്നതിനേക്കാൾ നല്ലത് ബസ്സിൽ പോകുന്നതാണെന്ന് നിധി പറയേ. അതേന്ന് നികേഷും സപ്പോർട്ട് ചെയ്യുകയാ. എന്തൊക്കെയാ വാങ്ങിച്ചത്? നിറയുണ്ടല്ലോ. വലിയ പർച്ചേസ് ആണോ നടത്തിയതെന്ന് സുധീഷ് ചോദിക്കേ. നികേഷ് തനിക്കായി ഏട്ടത്തി വാങ്ങിച്ച ഷർട്ട് എടുത്ത് കാണിച്ചുകൊണ്ട്, ഇത് കണ്ടോ, ഏട്ടത്തി എനിക്ക് വാങ്ങിച്ചു തന്നാണെന്ന് പറയുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നിധിയുടെ കയ്യിൽ ഇത് വാങ്ങിക്കാനെല്ലാം കാശുണ്ടായിരുന്നു എന്ന് സുധീഷും ചോദിക്കുക. ഇല്ല, ഡ്രസ് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്ന് നിധിയും. അതല്ല, ആധാർ കാർഡും പാൻ കാർഡും ഐഡന്റിറ്റി കാർഡും ഒക്കെ എടുത്തതുപോലെ നിധി വീട്ടിൽ പോയപ്പോൾ വല്ല ക്യാഷും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നായിരുന്നു എന്ന് സുധീഷ് ചോദിക്കേ. അതൊന്നുമല്ല, അന്ന് വളവിറ്റില്ലേ, അതിന്റെ ബാക്കി ക്യാഷ് കയ്യിലിരിപ്പുണ്ടായിരുന്നുവെന്ന് നിധിയും. ഇപ്പോഴും ആ ക്യാഷ് കയ്യിലുണ്ടോ എന്ന് സുധീഷ് ചോദിക്കേ. ഉണ്ട്, എനിക്കത്ര വലിയ ചിലവുകളൊന്നുമില്ലല്ലോ എന്ന് നിധിയും പറയുകയാ. നികേഷ് എഴുന്നേറ്റ് ആ ഷർട്ട് തന്റെ ദേഹത്ത് വെച്ച് നോക്കി സുഭാഷ് ഏട്ടനോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേ. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ആ ഷർട്ട് വാങ്ങി അമ്പരപ്പോടെ, ഇത്രയും വിലയുടെ ഷർട്ടോ എന്ന് ചോദിക്കേ. അതെ സുഭാഷ് ഏട്ടാ, അത് ബ്രാൻഡഡ് ഷർട്ട് അല്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. നികേഷും പറയുകയാ, ഇത് സുഭാഷ് ഏട്ടൻ വിലക്കുറവിൽ വാങ്ങിച്ചു തരുന്ന ആ ഷർട്ടല്ല, ബ്രാൻഡഡ് ഷർട്ടാ, അതാ അത്രയും വില എന്ന് നികേഷും. പിന്നീട് നിധി ഒരു ഷർട്ട് എടുത്ത് സുഭാഷ് ഏട്ടന് നേരെ നീട്ടി, ഇത് സുഭാഷ് ഏട്ടനാണെന്ന് പറയേ. എനിക്കെന്തിനാ മോളെ ഷർട്ടൊക്കെ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. ഇത് ഞാൻ സുഭാഷ് ഏട്ടനായി വാങ്ങിച്ചതാ, നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്ന നിധി പറയേ. സുഭാഷും അത് വാങ്ങി നോക്കിക്കൊണ്ട്, നന്നായിട്ടുണ്ട്, ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഈ ഷർട്ടൊക്കെ എന്തിനാ എന്ന് സുഭാഷും ചോദിക്കേ. എപ്പോഴും ജോലിയിലായിരിക്കില്ലല്ലോ, പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ഇടാലോ എന്ന് നിധിയും. ആ ഷർട്ടിന്റെ വില നോക്കി ഒരു ഞെട്ടലോടെ, എന്താ മോളെ ഇത് 1600 രൂപയോ എന്ന് ചോദിക്കേ. നിധി പറയുന്നുണ്ട്, അതെ സുഭാഷ് ഏട്ടാ, ഒരു 2000 രൂപയുടെ ഷർട്ടായിരുന്നു എനിക്ക് ഇഷ്ടമായത്, പക്ഷേ അത് വാങ്ങിക്കാൻ ക്യാഷ് തികയില്ലായിരുന്നുവെന്ന്. അത് കേൾക്കെ സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്, 1600 രൂപ തന്നെ കൂടി എന്ന് പറയുമ്പോൾ 2000 രൂപയുടെ കാര്യം പറയുന്നു. ഈ ക്യാഷിനെ ഞാൻ 4 ഷർട്ടെങ്കിലും വാങ്ങിച്ചേനെ. എനിക്കിങ്ങനെ ഇതുപോലെ ഷർട്ടൊന്നും ആരും വാങ്ങിച്ചു തന്നിട്ടില്ല, ആദ്യമായിട്ടാ എനിക്കിങ്ങനെ ഒരാൾ ഷർട്ടെല്ലാം വാങ്ങിത്തരുന്നത് എന്നവൻ ഇമോഷണലായി പറയേ. ഹരീഷും ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടനെ ഞാൻ ഷർട്ട് വാങ്ങി തന്നിട്ടില്ലേ എന്ന്. അതല്ല ഹരീഷേ, നമ്മൾ കടയിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ നീ അത് വാങ്ങിച്ചു തരും. പക്ഷേ ആദ്യമായിട്ടാ എന്നെപ്പറ്റി ഓർത്ത് ഒരാൾ എനിക്കായി ഷർട്ട് വാങ്ങി വരുന്നത്. നല്ല ഷർട്ടാ മോളെ എന്ന് സുഭാഷ് പറയേ. നിധിയും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടന് ഈ ഷർട്ട് നന്നായി ചേരുമെന്ന്. പിന്നീട് അവൾ ഹരീഷിനും ഷർട്ട് നൽകെ. വിശ്വസിക്കാനാവാതെ, എനിക്കോ എന്ന് ഹരീഷും ചോദിക്കുക. അതെ ഹരീഷേ, നിനക്ക് തന്നെ. നീ ടീഷർട്ട് അല്ലേ സാധാരണ ഇടാറ്, അതുകൊണ്ട് നിനക്കൊരു ടീഷർട്ട് വാങ്ങിച്ചു, എങ്ങനെയുണ്ടെന്ന് നോക്കെന്ന് പറയേ. ഹരീഷും താങ്ക്സ് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആ ടീഷർട്ട് വാങ്ങിക്കുക. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന അച്ഛനും അതെല്ലാം കണ്ട്, എന്താ ഓണമായോ, ഡ്രസ്സെല്ലാം വാങ്ങിച്ചിരിക്കുന്നു എന്ന് ചോദിക്കേ. നിധിയും പറയുന്നുണ്ട്, ഓണം വന്നാലേ ഡ്രസ്സ് വാങ്ങൂ, നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവുകയാ, അതുകൊണ്ടാണ് എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിച്ചതെന്ന് അവൾ പറയേ. അങ്ങനെയാണോ എന്ന് അച്ഛനും ചോദിക്കുക. പെട്ടെന്ന് അവൾ ഒരു ഡ്രസ്സ് എടുത്ത് അച്ഛന് നേരെ നീട്ടി, ഇത് അച്ഛനെന്ന് പറയേ. വിശ്വസിക്കാനാവാതെ, എനിക്കോ എന്ന് ചോദിച്ച് അത് വാങ്ങി ആ ഷർട്ട് എടുത്ത് നോക്കി. നല്ല കളറാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ. ഷർട്ട് മാത്രമല്ല, മുണ്ടും ഉണ്ടല്ലോ. വലിയ വീട്ടിലെ പെൺകുട്ടി തന്നെയാ, നന്നായിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞ അച്ഛൻ അതുമായി അവിടുന്ന് പോവുകയാ. പിന്നീട് എല്ലാവരും സന്തോഷത്തോടുകൂടി അവരവരുടെ ഡ്രസ്സുകൾ നോക്കെ. സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്, നിധി എനിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ തുടങ്ങുകയാണ്, തന്നോളൂ നിധി എന്ന് പറഞ്ഞേ. സുധീഷ് കൈനീട്ടി അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും നിധി ബാക്കിയുള്ള കവറുകളുമായി തന്റെ റൂമിലേക്ക് പോവുകയാ. അത് കാണേ സുധീഷും സങ്കടത്തോടെ, നിധി എനിക്ക് ഡ്രസ്സില്ലേ നിധി, എന്താ എന്നെ കാണാത്ത പോലെ പോകുന്നത്, നോക്കടാ എന്ന് ഹരീഷിനോടായി പറയേ. സുധീഷ് ഏട്ടന് ഡ്രസ്സ് ഇല്ല, അതാ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോയതെന്ന്. സുധീഷ് ടെൻഷനോടെയും സങ്കടത്തോടെയും എല്ലാവരെയും നോക്കേ. നികേഷും ചിരിയോടെ തന്റെ ഡ്രസ്സ് കാണിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന്. സുധീഷും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന നിധി ഒരു നിമിഷം സുധീഷിനെ ശ്രദ്ധിച്ച്, സാറ് വിഷമത്തിലാണല്ലോ, കുറച്ചു സമയം അങ്ങനെ നിൽക്കട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞ് കൈ പുറകിലേക്ക് പിടിച്ച് സുധീഷിനരികിലേക്ക് എത്തുമ്പോഴേക്കും സുധീഷും ടെൻഷനോടെ നിധിയോടായി ചോദിക്കുന്നുണ്ട്, എന്താ നിധി, എനിക്ക് മാത്രം ഡ്രസ്സ് ഇല്ലേ എന്ന്. ഇല്ലെന്ന് നിധി പറയേ. സുധീഷും ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും വാങ്ങിയില്ലേ, എനിക്ക് മാത്രം വാങ്ങിയില്ല. സുഭാഷ് ഏട്ടന്, ഹരീഷിന്, നികേഷിന്, എന്തിന് പുറത്തിരിക്കുന്ന അയാൾക്ക് പോലും വാങ്ങിച്ചു കൊടുത്തു. എനിക്കൊരു ഷർട്ടെങ്കിലും വാങ്ങണമെന്ന് തോന്നിയില്ലല്ലോ. ഷർട്ട് പോട്ടെ, ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു കർച്ചീഫെങ്കിലും വാങ്ങാൻ തോന്നിയില്ലേ എന്ന് ചോദിക്കേ. ഇല്ല എന്ന് നിധിയും. സങ്കടത്തോടെ ഇല്ലേ എന്ന് ചോദിച്ച് അവൻ ടെൻഷനോടെ നിൽക്കേ. ഹരീഷും സന്തോഷത്തോടെ തന്റെ ടീഷർട്ട് കാണിച്ചുകൊണ്ട്, നികേഷേ എന്റെ ടീഷർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ചിരിയോടെ നികേഷും പറയുന്നുണ്ട്, എന്റെ ബ്രാൻഡഡ് ഷർട്ട് കണ്ടില്ലേ എന്നവൻ സന്തോഷത്തോടെ പറയേ. മിണ്ടാതിരിക്കട എന്ന് സുഭാഷ് ഏട്ടനും അവരെ വഴക്കു പറയുകയാ. ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ് നിധിയും. സുഭാഷ് ഏട്ടനും നിധിയോടായി പറയുകയാ,
മോൾക്ക് ഞങ്ങൾ ആ ഡ്രസ്സ് വാങ്ങി തരേണ്ടത്, പക്ഷേ മോള് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നു. അത് കേൾക്കെ നിധിയും പറയുക, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അത് മതിയെന്ന് പറയേ സുധീഷും മനസ്സിൽ പറയുകയാ, ഞാൻ വഴിയിൽ കൂടി പോകുന്നവനാണല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവത്തോടെ നിൽക്കേ നിധി ചിരിയോടെ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് അവനു നേരെ ഒരു ഷർട്ട് നീട്ടുകയാണ്. അമ്പരപ്പോടെ സന്തോഷത്തോടു കൂടി ആ ഷർട്ടിലേക്ക് നോക്കി നിധിയെ നോക്കുകയാണ് സുധീഷും. എല്ലാവരും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കെ സുധീഷും ചോദിക്കുന്നുണ്ട്, ഇതെനിക്കാണോ എന്ന്. ചിരിയോടെ നിധിയും പറയുന്നുണ്ട്, അതെ, ഇത് ഞാൻ സുധീഷിനായി വാങ്ങിച്ചതാ. അത് കേൾക്കെ സുധീഷും സന്തോഷത്തോടു കൂടി ആ ഷർട്ട് വാങ്ങിച്ചു നോക്കി പറയുന്നുണ്ട്, നിധി സൂപ്പർ ആയിട്ടുണ്ട്, ഈ കളർ ഒരു ഷർട്ട് വാങ്ങിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. ഞാൻ പറയാതെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കളർ എന്റെ ആഗ്രഹം അനുസരിച്ച് നിധി വാങ്ങിയല്ലോ. നിധി എനിക്ക് മാത്രം വാങ്ങിയില്ലെന്നറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സങ്കടമായി. പക്ഷേ എല്ലാവർക്കും വാങ്ങിച്ചതിനേക്കാൾ നല്ല ഷർട്ട് എന്റേതാണ്. എനിക്ക് ഈ കളർ ഇഷ്ടമാണെന്ന് നിധിക്ക് എങ്ങനെ മനസ്സിലായി എന്നവൻ ചോദിക്കെ നിധിയും പറയുന്നുണ്ട്, എനിക്കത് അറിയില്ലായിരുന്നു. സുധീഷിന് ഈ ഷർട്ട് എടുക്കാമെന്ന് നികേഷാണ് പറഞ്ഞത്. നികേഷും പറയുന്നുണ്ട്, എല്ലാവരുടെയും ഷർട്ട് ഞാനാ വാങ്ങിച്ചത് സുധീഷേട്ടാ, പക്ഷേ ഉമ്മറത്തിരിക്കുന്ന ആളുടെ ഷർട്ട് മാത്രം ഞാനല്ല സെലക്ട് ചെയ്തത്, അത് ഏട്ടത്തിയെ സെലക്ട് ചെയ്തത്. അയാൾക്ക് ഷർട്ട് വാങ്ങിച്ചത് ഏട്ടത്തി ആയതുകൊണ്ട് ഞാൻ എതിർത്തില്ലെന്നേ ഉള്ളൂ എന്ന് നികേഷ് പറയെ താക്കീതോടെ നികേഷ് എന്ന് വിളിക്കുന്നുണ്ട് നിധിയും. അപ്പോഴാണ് സുഭാഷിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത്. ഹരീഷ് അത് എടുത്തു നോക്കുമ്പോഴേക്കും ആരാണെന്ന് സുഭാഷേട്ടൻ ചോദിക്കെ സുനന്ദയാണല്ലോ വിളിക്കുന്നതെന്ന് ഹരീഷും. സുധീഷും ദേഷ്യത്തോടെ, അവൾ കല്യാണം കഴിഞ്ഞു പോയതല്ലേ, ഇപ്പോഴും സുഭാഷേട്ടൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കേ സുഭാഷേട്ടനും പറയുന്നുണ്ട്, ഞാൻ വിളിക്കാറില്ലടാ, സുനന്ദയാ ഇവിടുന്ന് പോയതിനു ശേഷവും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുന്നതായിരിക്കും, എടുത്ത് എന്താണെന്ന് ചോദിക്കുന്ന സുഭാഷേട്ടൻ പറയേ. ഹരീഷ് ആ കോൾ എടുക്കാനായി തുടങ്ങുമ്പോഴേക്കും സുഭാഷ് വീണ്ടും തടഞ്ഞേ, വേണ്ട വേണ്ട എടുക്കണ്ട, രാത്രി സമയമാണ്, ഈ സമയത്ത് എടുക്കുന്നത് ശരിയാവില്ലെന്ന്. അത് കേൾക്കെ സുധീഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണോ എടുക്കേണ്ടെന്ന് പറഞ്ഞതെന്ന്. സുഭാഷും പറയുന്നുണ്ട്, എന്താടാ നിനക്ക്, അങ്ങനെയൊന്നുമില്ല, സുനന്ദയെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുള്ളത്, നീ വെറുതെ ഇനി ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ട, എല്ലാവരും അവരുടെ ഡ്രസ്സ് കൊണ്ടുപോയി എടുത്തു വെക്കേ, എന്തെങ്കിലും വിശേഷമുണ്ടാവുമ്പോൾ ഈ ഡ്രസ്സ് ഇടാമെന്ന് സുഭാഷേട്ടൻ പറയേ നികേഷും പറയുന്നുണ്ട്, ഈ ആഴ്ച തന്നെ കോളേജിലേക്ക് ഞാൻ ഈ ഷർട്ടും ഇട്ട് പോകുമെന്ന്. അപ്പോൾ സുഭാഷേട്ടനും പറയുന്നുണ്ട്, എടാ നികേഷേ, നമുക്കിത് ഓണത്തിനിടാം, അതല്ലേ നല്ലതെന്ന്. അതുകൾക്ക് നികേഷും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഓണത്തിന് ഇനി പുതിയ ഷർട്ടൊന്നും വാങ്ങി തരില്ലേ, എനിക്കെന്തായാലും ഓണത്തിന് പുതിയ ഡ്രസ്സ് വാങ്ങിയേ പറ്റൂ എന്ന്. അതുകൾക്ക് നിധിയും പറയുന്നുണ്ട്, നികേഷേ, അടുത്ത മാസം തൊട്ട് എനിക്ക് സാലറി കിട്ടാൻ തുടങ്ങും, ഇതിനേക്കാളും നല്ലൊരു ഷർട്ട് ഏടത്തി നിനക്ക് വാങ്ങിത്തരാമെന്ന്. നികേഷും സന്തോഷത്തോടു കൂടി അവൾക്ക് താങ്ക്സ് പറയുമ്പോഴേക്കും, മോളെ നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്. നിധി അത് സമ്മതിക്കേ തന്റെ ഡ്രസ്സെല്ലാം ഹരീഷിന്റെ കയ്യിൽ കൊടുത്ത് എടുത്തു വെക്കാനായി പറഞ്ഞ് സുഭാഷേട്ടൻ അടുക്കളയിലേക്ക് പോവുകയാ. എല്ലാവരും സന്തോഷത്തോടുകൂടി ആ ഷർട്ട് എടുത്തു വെക്കാനായി പോവേ നിധിയും സന്തോഷത്തോടെ അവിടെ നിൽപ്പാം. രാവിലെ ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ സ്വീറ്റ്സും നൽകുന്നുണ്ട് സുഭാഷേട്ടൻ. ഇന്ന് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എന്താ പ്രത്യേകതയെന്ന് ഹരീഷും സുധീഷും നികേഷും എല്ലാം ചോദിക്കുന്നുണ്ട്. നിധി ആദ്യമായി ജോലിക്ക് പോവുകയല്ലേ, അതിന്റെ സന്തോഷത്തിൽ ഉണ്ടാക്കിയതാണെന്ന് സുഭാഷേട്ടൻ പറയേ. സുധീഷും പരിഭവത്തോടെ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായി ജോലിക്ക് പോയ സമയത്ത് ഒരു സ്പൂൺ പഞ്ചസാരയെങ്കിലും സുഭാഷേട്ടൻ തന്നിരുന്നോ, അനിയത്തിക്കിപ്പോൾ എന്തൊക്കെയാ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. അതുകൾക്ക് നികേഷും പറയുന്നുണ്ട്, എന്റെ ബർത്ത്ഡേക്ക് പോലും സ്വീറ്റ്സ് ഉണ്ടാക്കാറില്ലെന്ന്. നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കി തരാറില്ലേ, അത് നീ മറന്നുപോയോ എന്ന് ഹരീഷ് ചോദിക്കേ. അത് ശരി, അപ്പോൾ എന്നെ മാത്രമാണ് സുഭാഷ് ഏട്ടൻ ശ്രദ്ധിക്കാത്തതല്ലേ എന്ന് സുധീഷും ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല സുധീഷേ, നീ വെറുതെ ഒരൊന്നും പറയാതെ ഇരുന്ന് കഴിക്കെന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും സാരിയെല്ലാം എടുത്ത് സുന്ദരിയായി ഓഫീസിലേക്ക് ഇറങ്ങാൻ റെഡിയായി അങ്ങോട്ട് വരികയാണ് നിധിയും. എല്ലാവരും സന്തോഷത്തോടെ അവളെ നോക്കി നിൽക്കേ അവളിൽ നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽപ്പാ സുധീഷും. ഏട്ടത്തി സൂപ്പർ ആയിട്ടുണ്ടെന്ന് നികേഷ് പറയേ. പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് നിധി മോള് റെഡിയായി വന്നോ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നിധിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നിധിയെ കാണാൻ എന്തൊരു ഭംഗിയാ, സാരി ഉടുക്കുമ്പോൾ നിധിയുടെ സൗന്ദര്യം കൂടും, ഇവളുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചവൻ നോക്കി നിൽക്കെ എന്താ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഒരു പരുങ്ങലോടെ ഒന്നുമില്ല നിധി, നിധി ഇരിക്കെന്ന് പറഞ്ഞ് അവൾക്കൊരു കസേര ഇട്ട് കൊടുക്കുകയാ സുധീഷും. ആ കസേരയിലിരിക്കുന്ന സംശയത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്, സുധീഷിനെ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന്. നിധി ആദ്യമായി ഒരു ജോലിക്ക് ഇറങ്ങുകയല്ലേ, അതുകൊണ്ടാണെന്ന് സുധീഷും. സുഭാഷ് അവൾക്കായി സ്വീറ്റ്സ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴേക്കും എന്താ സുഭാഷേട്ടാ ഇതെല്ലാം എന്ന് അമ്പരപ്പോടെ നിധിയും ചോദിക്കുക. ഏട്ടത്തി ആദ്യമായിട്ട് ജോലിക്ക് പോവുകയല്ലേ, അപ്പോ സ്വീറ്റായിട്ട് പോയിക്കോട്ടെ എന്ന് കരുതി സുഭാഷേട്ടൻ ഉണ്ടാക്കിയതാണെന്ന് നികേഷും. സത്യമാണോ സുഭാഷേട്ടാ എന്ന് സന്തോഷത്തോടെ നിധി ചോദിക്കേ. അതെ മോളെ, ആദ്യമായിട്ട് മോള് ജോലിക്ക് പോവുകയല്ലേ, അപ്പോ ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കിയതാണെന്ന് അവൻ പറയേ. നിധിയും സന്തോഷത്തോടു കൂടി അത് കഴിച്ചു നോക്കി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ സുഭാഷേട്ടനോട് സന്തോഷത്തോടു കൂടി ഓരോന്ന് സംസാരിച്ച്
കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ചപ്പുറത്ത് നിൽക്കുകയായിരുന്ന സുധീഷും പ്രണയത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വീഡിയോ മൊബൈലിൽ പകർത്തുകയാ. ഇത് ഹരീഷും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് അവൾ മതിയെന്ന് പറഞ്ഞ് പ്ലേറ്റ് അടുക്കളയിലേക്ക് വെക്കാനായി പോവാൻ തുടങ്ങുമ്പോഴേക്കും താൻ വെച്ചോളാമെന്ന് പറഞ്ഞ് സുഭാഷ് അവളുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ച് അവളോട് പ്രാർത്ഥിക്കാനായി പറയുകയാ. സുഭാഷ് ഏട്ടൻ പ്ലേറ്റുമായി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നിധിയും പൂജ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നിധി കൊടുത്ത പുതിയ ഷർട്ടും മുണ്ടുമെല്ലാം ധരിച്ച് അവരുടെ അച്ഛൻ ഭാസ്കരനും അങ്ങോട്ട് വന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അത് ശ്രദ്ധിക്കുന്ന നികേഷും ഹരീഷിനോടായി പറയുന്നുണ്ട്, ഇയാൾ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതെന്ന്. സുഭാഷും അപ്പോഴേക്കും അങ്ങോട്ട് എത്തുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛനെ കാണുന്ന നിധിയും ഈ ഡ്രസ്സ് അച്ഛന് നന്നായി ചേരുന്നുണ്ടെന്ന് പറയേ. അച്ഛനും ചോദിക്കുക, അതെയോ, ഞാൻ ഏത് ഡ്രസ്സ് ധരിച്ചാലും അതെനിക്ക് മാച്ച് ആയിരിക്കും, സൂപ്പർ ആയിട്ടുണ്ടെന്ന് നിധി വീണ്ടും പറയേ. അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. നിധിയും സന്തോഷത്തോടുകൂടി സുഭാഷേട്ടനോടായി പറയുകയാ, ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഷർട്ടും മുണ്ടുമാണ് അതെന്ന്. ഓ അതാണോ, നന്നായിട്ടുണ്ടെന്ന് സുഭാഷേട്ടനും. നിധി നമുക്ക് ഇറങ്ങിയാലോ എന്ന് സുധീഷ് ചോദിക്കേ. ഇറങ്ങാമെന്ന് സമ്മതിച്ച് നിധിയും അവൻ അരികിലേക്ക് എത്തുമ്പോഴേക്കും എടത്തി ഒരു മിനിറ്റ് നിൽക്കെന്ന് പറഞ്ഞ് നികേഷ് അകത്തേക്ക് പോവുകയാ. സംശയത്തോടെ ഹരീഷെ അവൻ എങ്ങോട്ട് പോയതാണെന്ന് നിധി ചോദിക്കേ. അങ്ങോട്ട് വരുന്ന നികേഷും ഒരു പേന നിധിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുകയാ, എടത്തി ഇതെന്റെ ഫേവറിറ്റ് പേനയാ, ഇനി ഇത് ഏട്ടത്തി വെച്ചോ എന്ന് നികേഷ് പറയേ. അപ്പൊ നിനക്കോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ വേറെ വാങ്ങിച്ചോളാം, ഈ പേന കൊണ്ട് എഴുതിയ എക്സാമിനെല്ലാം നല്ല മാർക്ക് കിട്ടാറുണ്ട്, എടുത്ത് ഇത് വാങ്ങിക്കുന്ന നികേഷ് പറയേ. നിധിയും സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ച് താങ്ക്സ് പറയേ. ഹരീഷും നിധിക്ക് ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. നിധി അവനോടും താങ്ക്സ് പറയുമ്പോഴേക്കും വാച്ചിലേക്ക് നോക്കി സുധീഷും പറയുന്നുണ്ട്, സമയമായി നിധി, നമുക്ക് ഇറങ്ങിയാലോന്ന്. അത് കേൾക്കെ മോൾക്കുള്ള ലഞ്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ അകത്തേക്ക് പോവുകയെ. നിധിയും തന്റെ ബാഗ് എടുക്കാനായി റൂമിലേക്ക് പോവുകയാ. ആ സമയത്താണ് സുധീഷ് ഹരീഷിനോടായി പറയുന്നത്, എടാ ഞാൻ നിധിക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന്. എന്നിട്ടെന്താ കൊടുക്കാതിരുന്നത്, എല്ലാവരും കൊടുത്തില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലോ. അത് കേൾക്കെ ഹരീഷും പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ എപ്പോൾ കൊടുത്താലും ഏട്ടത്തി അങ്ങനെയേ പറയൂ. ദേഷ്യത്തോടെ സുധീഷ് ചോദിക്കുക, അവൾ വേണ്ടാന്ന് പറയണമെന്നാണോ നിന്റെ ആഗ്രഹമെന്ന്. അങ്ങനെയല്ല സുധീഷ് ഏട്ട എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നികേഷും അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, സുധീഷ് ഏട്ടൻ എന്ത് ഗിഫ്റ്റാ ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതെന്ന്. അതപ്പോഴേക്കും നീയും കേട്ടോ എന്ന് സുധീഷ് ചോദിക്കേ. കുറച്ചൊക്കെ കേട്ടു, ഇപ്പൊ തന്നെ ആ ഗിഫ്റ്റ് കൊടുക്ക് സുധീഷ് ഏട്ടാ, ഞങ്ങൾക്കും കാണാലോ എന്നവൻ പറയുന്നുണ്ട്. അത് ശരിയാവില്ല, എനിക്ക് നിങ്ങളുടെ മുന്നിൽ നാണം കിടാൻ വയ്യ, കാറിലുള്ള യാത്രക്കിടയിൽ ഞാൻ കൊടുത്തോളാം എന്നവൻ പറയുമ്പോഴേക്കും തന്റെ ബാഗുമായി നിധിയും നിധിക്കുള്ള ലഞ്ച് ബോക്സുമായി സുഭാഷേട്ടനും അങ്ങോട്ടെത്തുകയാ. ഇത് ബാഗിൽ വെച്ചേക്കെന്ന് സുഭാഷേട്ടൻ പറയുമ്പോഴേക്കും നിധി സന്തോഷത്തോടുകൂടി അത് വാങ്ങി ബാഗിലേക്ക് വെക്കുകയാ. പിന്നീട് അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സുഭാഷേട്ടനും കൂട്ടരും അവരെ യാത്രയാക്കാനായി ഉമ്മറത്തേക്ക് എത്തുന്നുണ്ട്. നിധി ഇറങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തി ഒരു മിനിറ്റ് എന്ന്. എന്താ എന്ന് സംശയത്തോടെ നിധി ചോദിക്കേ. ഏട്ടത്തിക്കൊരു സർപ്രൈസ് ഉണ്ട്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നികേഷ് അവിടെ നിന്ന് ഓടിപ്പോവുകയെ. നിധിയും ചോദിക്കുന്നുണ്ട്, എന്ത് സർപ്രൈസ് എന്ന്. അറിയില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷ് അവിടെ പടക്കത്തിന് തിരി കൊളുത്തിയിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴേക്കും നിധിയും ചോദിക്കുന്നുണ്ട്, നികേഷേ എന്താടാ ഇതെല്ലാം എന്ന്. ഇതാണ് ഏട്ടത്തി സർപ്രൈസ് എന്ന് നികേഷും. കിളിക്കൂടിൽ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് അയൽവക്കത്തുള്ളവരും ലളിതയുമെല്ലാം അങ്ങോട്ട് ഓടിയെത്തുകയാ. അച്ഛനും സന്തോഷത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. അമ്പരപ്പോടെ ലളിത ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നതെന്ന്. അത് നോക്കി നിൽക്കുകയായിരുന്ന ഒരു ചേച്ചിയും അറിയില്ല എന്ന് പറയുകയാ. ലളിതയെ കാണുന്ന ഭാസ്കരനും ഇവളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് പിറുപിറുത്തുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി. ഭാസ്കരനും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, എന്റെ മരുമകൾക്ക് ജോലി കിട്ടിയേ, അവൾ ആദ്യമായിട്ട് ജോലിക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന്. എന്നിട്ട് അയാൾ സന്തോഷത്തോടു കൂടി ലളിതയെ കാണിക്കാനായി അവിടെ നിന്ന് പാട്ടും പാടി ഡാൻസ് കളിക്കുമ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട്, പടക്കത്തിന്റെ മുന്നിൽ നിന്നാണോ ഒരു ഡാൻസ് കളിയെന്ന്. അയാളെ മൈൻഡ് ചെയ്യേണ്ട ഹരീഷേട്ട എന്ന് പറഞ്ഞ് നികേഷ് ഒരു പടക്കത്തിനെ തിരികൊളുത്തി എറിയുമ്പോഴേക്കും അത് ഭാസ്കരന്റെ അരികത്ത് വെച്ച് പൊട്ടി അദ്ദേഹത്തിന്റെ കൈ പൊള്ളലേൽക്കുകയാ. അയ്യോ അച്ഛ, എന്തെങ്കിലും പറ്റിയോന്ന് നിധിയും പരിഭ്രമത്തോടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഭാസ്കരൻ വേദനയോടെ കൈ പിടിച്ചു നോക്കുമ്പോഴേക്കും പരിഭ്രമത്തോടെ നിൽപ്പ സുധീഷും ഹരീഷും സുഭാഷുമെല്ലാം. അയാൾക്ക് അങ്ങനെ തന്നെ വേണം, പടക്കത്തിന് മുന്നിൽ വന്ന് ഡാൻസ് കളിക്കാൻ ആരെങ്കിലും പറഞ്ഞോ എന്ന് ദേഷ്യത്തോടെ നികേഷ് പറയുമ്പോഴേക്കും അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിധി അച്ഛൻ അരികിലേക്ക് ചെന്ന്, അച്ഛ എന്തു പറ്റി, കൈ പൊള്ളിയോ കാണിച്ചേന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ കൈ പിറകിലേക്ക് വലിച്ച്, ഒന്നുമില്ല മോളെ, എന്തു പറ്റാൻ എന്ന് പറയേ. നിധി വീണ്ടും അച്ഛ കൈ കാണിക്കേ എന്ന് പരിഭ്രമത്തോടെ പറയുകയാ. അതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന ലളിതയും ഇനി പടക്കത്തിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിളിച്ചു പറയുകയാ. അത് കേൾക്കെ ഭാസ്കരനും ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, എന്റെ മോള് പോകുന്നിടത്ത് ശകുനം നിൽക്കാതെ മാറിപ്പോടി.
അല്ലെങ്കിൽ പൊട്ടാത്തതെടുത്ത് ഞാൻ നിന്റെ വായിലിട്ട് പൊട്ടിക്കുമെന്ന്. സുധീഷും അച്ഛന്റെ പുറകിൽ നിന്ന് തീർത്തു കളയും, അല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും അത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന ഒരാളും ലളിതയോടായി ചോദിക്കുന്നുണ്ട്, ലളിതേ, നിന്റെ മരുമകൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടല്ലോ. അതുകൾക്ക് ലളിതയും പറയുക, ഒരു വലിയ മരുമകൻ ഇങ്ങു വരട്ടെ, കണ്ടാലും മതിയെന്ന് പറഞ്ഞ് ലളിത അവിടുന്ന് ദേഷ്യത്തോടെ നടന്നു നീങ്ങുകയാ. നിധി വീണ്ടും അച്ഛനോടായി, അച്ഛ ആ കൈയൊന്ന് കാണിക്കേ, എന്താ പറ്റിയതെന്ന് നോക്കട്ടെ എന്ന് പറയേ. അതൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ മോളെ, മോള് ജോലിക്ക് പോവാൻ നോക്ക് എന്ന് അച്ഛനും പറയുകയാ. വീണ്ടും അച്ഛന്റെ കൈ പിടിച്ചു നോക്കാൻ ശ്രമിച്ചുകൊണ്ട് കയ്യിൽ പൊള്ളലേറ്റോ എന്ന് നിധി ചോദിക്കേ. ഒന്നും പറ്റിയില്ല മോളെ, പൊള്ളലൊന്നുമില്ല. പൊള്ളിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നോ എന്ന് അച്ഛൻ ചോദിക്കേ. പൊള്ളില്ലല്ലോ അല്ലേ എന്ന് നിധിയും സംശയത്തോടെ ചോദിക്കുക. സത്യമായിട്ടുമില്ല, മോള് ജോലിക്ക് ഇറങ്ങാൻ നോക്ക്, സന്തോഷത്തോടു കൂടി ചെല്ലെന്ന് അച്ഛൻ പറയേ. സംശയത്തോടെ അച്ഛനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു നീങ്ങുകയാണ് നിധിയും. സുഭാഷ് ഏട്ടനും നികേഷിനോടായി ചോദിക്കുക, നികേഷെ പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷമാക്കിയല്ലോ നീ എന്ന്. നികേഷ് ഇതെന്താ എന്നോട് പറയാഞ്ഞെന്ന് നിധി ചോദിക്കേ. ഏട്ടത്തി ആദ്യമായിട്ട് ജോലിക്ക് പോവുകയല്ലേ, ഈ ദിവസം ഏട്ടത്തി ഒരിക്കലും മറക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ ഈ സർപ്രൈസ് ഒരുക്കിയത്. ഈ വീട്ടിൽ ആദ്യമായിട്ടാ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഈ നാട്ടിലുള്ള എല്ലാവരും അറിയണം, അതിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നവൻ പറയേ. സൂപ്പർ ആയിട്ടുണ്ട് നികേഷെ, താങ്ക് യു എന്ന് നിധിയും പറയുകയാ. എല്ലാവരും സന്തോഷത്തോടുകൂടി പരസ്പരം നോക്കുമ്പോഴേക്കും നികേഷും പറയുന്നുണ്ട്, ഏടത്തി ആദ്യ ദിവസം തന്നെ ലേറ്റ് ആവണ്ട, വേഗം ഓഫീസിലേക്ക് എത്താൻ നോക്ക്, ഇവിടുത്തെ സർപ്രൈസ് എല്ലാം തീർന്നെന്ന്. അതുകൾക്ക് ഒരു ചിരിയോടെ ശരിയെന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് സുധീഷിന്റെ കൂടെ കാറിൽ കയറി പോവുകയാണ് നിധിയും. എല്ലാവരും സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുമ്പോഴേക്കും ഹരീഷും നികേഷിനോടായി പറയുന്നുണ്ട്, നികേഷ് നീ പൊളിച്ചല്ലോ എന്ന്. അതുകൾക്ക് നികേഷും പറയുകയാ, ഏട്ടന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഒരു 500 രൂപ എടുത്തെന്ന്. നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ എടുത്തു തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അവനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോവുകയാണ് ഹരീഷും. പൊള്ളലേറ്റ കൈയുടെ വേദന സഹിക്കാനാവാതെ അച്ഛൻ കയ്യിൽ ഊതിക്കൊണ്ട് ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് സുഭാഷും. അതൊന്നുമില്ലടാ എന്ന് പറഞ്ഞ് അച്ഛൻ തന്റെ കയ്യിൽ വെള്ളം ഒഴിക്കുമ്പോഴേക്കും അത് കാണുന്ന സുഭാഷും സംശയത്തോടെ അച്ഛന്റെ അരികിലേക്ക് നടന്നു വന്ന്, എന്തു പറ്റി അച്ഛാ, കൈ പൊള്ളിയോ, നല്ല വേദനയുണ്ടല്ലോ മുഖം കണ്ടിട്ട് എന്ന് ചോദിക്കേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലടാ എന്ന് അച്ഛനും. അച്ഛനോടാരാ ആ പടക്കം പൊട്ടിക്കുന്നതിന്റെ നടുവിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞത്? ഓയിൻമെന്റ് ഇട്ട് തരട്ടെ കയ്യിലെന്ന് സുഭാഷ് ചോദിക്കേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേടാ, ഓയിൻമെന്റ് ഇടാൻ വന്നിരിക്കുന്നു, നീ പോയി നിന്റെ ജോലി നോക്കെന്ന് പറയേ. അച്ഛനെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് സുഭാഷും അകത്തേക്ക് കയറി പോവുകയാ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.